ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക കൊണ്ട് നമ്മൾ പല വെറൈറ്റി ഐറ്റങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എന്നതാ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധാ അരിമുറുക്ക് നമുക്ക് ചക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഈ ഒരു മുറുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു മുറുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ചക്കയാണ് വേണ്ടത്. ഇതിപ്പോൾ പച്ച ചക്കയാണ് കേട്ടോ. ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ കുക്കറിലൊന്നും വേവിച്ചെടുക്കാതെ ഇതുപോലെ ആവി കയറ്റി തന്നെ വേവിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഈ ഒരു വേവിച്ച് വെച്ച ഈ ഒരു ചക്കച്ചുള നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോറ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ. നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കുക. ഒട്ടും തരികളോ കട്ടകളോ ഒന്നും ഇല്ലാതെ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ അരച്ചെടുത്ത പേസ്റ്റിലേക്ക് നമുക്ക് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കറുത്ത എള്ളോ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് എരിവിനായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഇതിലേക്ക് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ കൈകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തെടുക്കരുത്. ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പായി പോയി, അതാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. വീണ്ടും എന്താ പറയുക, അരിപ്പൊടി ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറേശ്ശായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഒന്ന് ടൈറ്റാക്കി എടുക്കണേ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സാധാരണ സേവനാഴിയിൽ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സേവനാഴിയിലേക്ക് ഇതിൻ്റെ മാവ് പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ, അതായത് ഏത് അച്ചും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മുറുക്കിൻ്റെ അച്ചോ അല്ലെങ്കിൽ ഏതും എടുക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടാക്കി എടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒന്ന് വറുത്ത് കോരാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതുപോലെ നമ്മൾ അരിമുറുക്കിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്ന് ഇതുപോലെ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വറുത്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിയും ചെയ്യും. പിന്നെ ഈ ഒരു മുറുക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും വീട്ടിൽ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും മുറുക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു മുറുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്